നമസ്കാരം. കഴിഞ്ഞ ദിവസം റഷ്യയുടെ കമാൻഡിംഗ് സെന്റർ എന്നറിയപ്പെടുന്ന പടുകൂറ്റൻ വിമാനം ഇറാനിലെത്തിയിരുന്നു. അത് ഭൗമരാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളുടെ സൂചനയായാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം റഷ്യ നേരിട്ട് ഇറാന് വേണ്ടി യുദ്ധക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ബുഷഹർ ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ അതീവ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ട്രംപിന് റഷ്യ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ സമയത്ത് തന്നെയാണ് ഈ വിമാനം എത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇറാന് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത വിധത്തിൽ അതിശക്തമായ പിന്തുണ ഉറപ്പാക്കുക തന്നെയാണ് റഷ്യയുടെ ലക്ഷ്യമെന്ന് നമുക്ക് വിലയിരുത്താം. യുദ്ധം അതിതീവ്രമാകാനുള്ള സകല സാധ്യതകളും ഇതോടെ മുന്നോട്ട് വയ്ക്കപ്പെടുകയാണ്. നാറ്റോ ചേരിയെ കൂട്ടി ട്രംപ് യുദ്ധത്തിനിറങ്ങിയാൽ റഷ്യയും ചൈനയും ഇറാനോടൊപ്പം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ അമേരിക്കയുടെ പതനം കാണുന്നത് വരെ നിലകൊള്ളുമെന്നതിൻ്റെ അറിയിപ്പ് കൂടിയായി ഈ വിമാനത്തിൻ്റെ വരവിനെ നമുക്ക് കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ യുദ്ധം അതീവ ഗുരുതരമാകുമ്പോൾ അത്തരം സാഹചര്യങ്ങളിലാണ് ഇത്തരം വിമാനങ്ങൾ രംഗത്തിറങ്ങാറ്. അതായത് തടസ്സമില്ലാത്ത രീതിയിൽ സൈനിക സംവിധാനങ്ങളുമായുള്ള കമാൻഡ് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഈ പടുകൂറ്റൻ യുദ്ധവിമാനം ഇത് ടെഹ്റാനിലെത്തിയതോടെ അമേരിക്കയ്ക്ക് അല്പം ഭയം വന്നിട്ടുണ്ട്. കാരണം റഷ്യയ്ക്ക് അമേരിക്കയോട് കണക്ക് തീർക്കാനുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് അമേരിക്ക യുക്രൈനെ സഹായിക്കുന്നതിനുള്ള തിരിച്ചടി കൂടിയായിട്ടാണ് റഷ്യയുടെ ഈ നീക്കം എന്നു തന്നെ വേണം വിലയിരുത്താൻ. നേരിട്ട് അമേരിക്കയുമായി ഈ യുദ്ധവിമാനം ഉപയോഗിച്ച് ഇറാൻ യുദ്ധത്തിൽ ഏർപ്പെടും എന്ന് കരുതാൻ വയ്യ. പക്ഷേ ഈ ഡൂംസ്ഡേ വിമാനം എന്ന് വിളിക്കപ്പെടുന്ന വിമാനങ്ങൾ, അതായത് അന്തിമ യുദ്ധത്തിന് വിന്യസിക്കപ്പെടുന്ന വിമാനങ്ങൾ എന്ന് പറയുന്ന ഈ വിമാനങ്ങൾ അമേരിക്ക വികസിപ്പിച്ചെടുത്ത ബോയിങ് സീരീസിലുള്ള പ്രത്യേക നമ്പറുകളുള്ള വിമാനങ്ങളാണ്. അവിടെ ഏരിയൽ സ്റ്റേഷൻസായി വേണമെങ്കിൽ ഉപയോഗിക്കുന്ന വിമാനങ്ങളാണിത്. ആകാശത്ത് നിന്നുകൊണ്ട് തന്നെ ആണവ യുദ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ സാധ്യതകൾ പരിശോധിക്കാൻ ഇതിന് സാധിക്കും. വേണ്ട നിർദ്ദേശങ്ങൾ ഗ്രൗണ്ട് കൺട്രോൾ യൂണിറ്റുകൾക്ക് നൽകാൻ സാധിക്കും. ഒരു യുദ്ധമുണ്ടായാൽ മുകളിൽ നിന്ന് അതിൻ്റെ സകല സാധ്യതകളും നിരീക്ഷിക്കാനും അതിൻ്റെ മുന്നേറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് പ്രതിപാദിക്കാനും കഴിയും. അതോടൊപ്പം തീർത്തും രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന വിമാനങ്ങൾ കൂടിയാണിത്. അതായത് ഈ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പബ്ലിസൈസ് ചെയ്യില്ല. അതായത് ഈ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറം ലോകം അറിയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്തായാലും ഈ ഡൂംസ്ഡേ വിമാനങ്ങൾ അല്ലെങ്കിൽ ഡൂംസ്ഡേ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് അമേരിക്ക കൊണ്ടുവന്നൊരു കൺസെപ്റ്റാണ്. പക്ഷെ റഷ്യ അതിൽ ഗംഭീരമായ മാറ്റങ്ങൾ വരുത്തി നിഗൂഢമായ ഓപ്പറേഷൻസിന് വേണ്ടി അതിനെ തയ്യാറാക്കി എന്ന് വേണം കരുതാൻ. എന്തായാലും ഒരു ആണവ യുദ്ധമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്, ആണവ നിലയങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് എയർബോണായി നിന്നുകൊണ്ട് ഇപ്പോൾ ഒരു ബഹിരാകാശ നിലയമൊക്കെ പ്രവർത്തിക്കുന്നതിന് സമാനമായ രീതിയിൽ അന്തരീക്ഷത്തിലുള്ള കാര്യങ്ങൾ ഒപ്പിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിട്ടാണ് ഈ വിമാനങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അതായത് ഇറാന് നേരെ കൈവിട്ട കളിക്ക് ട്രംപ് മുതിർന്നാൽ ആ കളികളെക്കുറിച്ച് നേരത്തെ തന്നെ വിവരങ്ങൾ ശേഖരിക്കുകയും അതിവേഗത്തിൽ അതീവ രഹസ്യമായി ഇറാൻ ഈ വിവരങ്ങൾ കൈമാറുകയും ചെയ്യാൻ ഇത്തരം വിമാനങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിമാനങ്ങൾ കൊണ്ടുവന്നത് ഇറാന് വലിയ രീതിയിൽ സഹായകരമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ തുടക്കം മുതലേ നിലപാട് സ്വീകരിക്കുന്ന ഇറാൻ ഈ വിമാനം റഷ്യയിൽ നിന്ന് എത്തിച്ചതും നേർക്കുനേർ പോരാട്ടത്തിന് വേണ്ടി തന്നെയാണ് എന്ന് കരുതേണ്ടി വരും. കാരണം ബഹിരാകാശ പദ്ധതികൾ ഏതാണ്ട് അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ സമാനമാണ്. അതുപോലെ ആയുധങ്ങളുടെ എണ്ണത്തിലും ഈ സമാനതകളുണ്ട്. ആണവ പോർമുലകളുടെ എണ്ണത്തിലും അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമുള്ളത് ആധുനികമായ സംവിധാനങ്ങൾ തന്നെയാണ്. എയർക്രാഫ്റ്റുകൾ ആധുനികവൽക്കരിക്കുന്ന കാര്യത്തിൽ പക്ഷേ അമേരിക്ക റഷ്യയേക്കാൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക യുദ്ധം കടുത്താൽ കൂടുതൽ എയർക്രാഫ്റ്റുകൾ ഉപയോഗിക്കാം, ആണവ ആയുധങ്ങൾ ഒരുപക്ഷെ പരീക്ഷിക്കാം. ചെറിയ തോതിലെങ്കിലും അത്തരം പരീക്ഷണങ്ങളും നീക്കങ്ങളും ഉണ്ടാകാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആകാശയുദ്ധം ശക്തിപ്പെടുത്തിയാൽ അതിനെ ശക്തമായി തന്നെ നേരിടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ വിമാനം അതിവേഗം റഷ്യ ഇറാനിൽ എത്തിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, കരയുദ്ധത്തിൻ്റെ സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും മുകളിൽ നിന്നുകൊണ്ട് തന്നെ മുഴുവൻ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ കഴിയും, അതിവേഗത്തിൽ വിവരങ്ങൾ കൈമാറാൻ കഴിയുമെന്നതും ഈ വിമാനങ്ങൾ കൊണ്ടുള്ള ഗുണമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി റഷ്യയുടെ സാങ്കേതിക സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആണവ നിലയങ്ങൾ ഇറാനിലുണ്ട്.
അതുകൊണ്ട് തന്നെ ആ ആണവ നിലയങ്ങളുടെ സംരക്ഷണം എന്നത് റഷ്യയുടെ പ്രസ്റ്റീജിൻ്റെ ഭാഗമാണ് എന്നുകൂടി പറയേണ്ടി വരും. അതുപോലെ മുമ്പ് അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്ന 3 ആണവ നിലയങ്ങൾ, ആ നിലയങ്ങളിലേക്ക് വീണ്ടും ഉടൻ തന്നെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി റഷ്യയെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തുകയാണ് ഇറാൻ ചെയ്തത് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കും. അതായത് റഷ്യൻ സഹായത്തോടുകൂടി നടക്കുന്ന ഈ പറയുന്ന ആണവ പരീക്ഷണം, സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ ശേഖരണം, ഇതിനെയൊക്കെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കുമ്പോൾ അതിനെ റഷ്യയെ വെച്ച് തന്നെ വെല്ലുവിളിച്ച് അമേരിക്കയെ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഇറാൻ ഉണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം. ഇത് റഷ്യയ്ക്ക് പക വീട്ടാനുള്ള ഒരു അവസരം കൂടി ആയതുകൊണ്ട് തന്നെ റഷ്യ ആത്മാർത്ഥമായി ഇറാനോടൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ അമേരിക്ക യുക്രൈനിൽ നേരിട്ടിറങ്ങി ആക്രമണങ്ങൾ നടത്തുന്നില്ല, പക്ഷേ യുക്രൈനിലേക്ക് വലിയ തോതിൽ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നാറ്റോ കക്ഷികൾക്ക് കഴിയുന്നുണ്ട്. അമേരിക്ക പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് റഷ്യയുമായി പോരാടി നിൽക്കാൻ ഉക്രൈൻ എന്ന രാജ്യത്തിന് അല്പമെങ്കിലും കഴിയുന്നത് എന്നതും വ്ളാഡിമിർ പുടിൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുടിൻ്റെ വിശാലമായ പദ്ധതികൾ മുന്നോട്ട് പോകണമെങ്കിൽ അമേരിക്ക ഉക്രൈന് നൽകുന്ന സഹായം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ അമേരിക്കയ്ക്കൊരു മറുപടി ഇറാനിൽ കൊടുക്കുകയാണ്. നിങ്ങൾ ഉക്രൈനെ സഹായിച്ചതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഇറാനെയും സഹായിക്കുകയാണ്. വേണ്ടി വന്നാൽ നിങ്ങൾക്കെതിരെ ഒരു യുദ്ധത്തിനും ഞങ്ങൾ തയ്യാറാകും. നിങ്ങൾ ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചതാണ്, അതിനുള്ള പക വീട്ടാനാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് എന്ന നിലയിൽ ശക്തമായ ഒരു നിലപാട് പ്രഖ്യാപനം കൂടി റഷ്യ ഈ നീക്കത്തിലൂടെ ലക്ഷ്യം വെച്ചിട്ടുണ്ടാകാം. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപിന് ഒറ്റയ്ക്ക് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നാറ്റോ സഖ്യത്തിൻ്റെ പിന്തുണ ആവശ്യപ്പെടുന്നു. ലോകരാജ്യങ്ങളോട്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളോട് ഹോർമുസിൽ യുദ്ധം ചെയ്യുന്നതിന് പിന്തുണ, സാമ്പത്തിക പിന്തുണ അടക്കം തേടുന്നു. ഹോർമുസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് പൈസ ചോദിക്കുന്നു. ടോൾ പിരിക്കാൻ നീക്കം നടക്കുന്നു. അതായത് ഇറാൻ ഹോർമുസിൽ നിന്ന് ടോൾ പിരിക്കുന്നത് വലിയ കുറ്റമാണെന്ന് പറഞ്ഞ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഇപ്പോൾ നേരെ അതേ നീക്കം, അതായത് ഹോർമുസിൽ നിന്ന് ടോൾ പിരിച്ച് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവിടെ തന്നെ ട്രംപിൻ്റെ ഇരട്ടത്താപ്പ് പൊളിയുന്നു. അപ്പോൾ ട്രംപ് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പേരെ സഹായത്തിന് വിളിക്കുന്നു, ഒരുപാട് പണം ശേഖരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ തന്നെ അമേരിക്ക ഈ യുദ്ധത്തിൽ വലിയ തിരിച്ചടി നേരിടുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ്. പക്ഷേ എങ്കിലും ആ തിരിച്ചടി പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ കൂടുതൽ ആളെ കൂട്ടാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഇസ്രായേൽ ആണെങ്കിൽ മിണ്ടാതൊരു മൂലക്കിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കുടുംബത്തിന് സുരക്ഷ 5 വർഷം കൂടി കൂട്ടി നൽകണം, താൻ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് പുറത്തു പോയാലും തൻ്റെ ഭാര്യയും മക്കളെയും സംരക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് കൂടുതൽ രാജ്യങ്ങളെ കൂടെ നിർത്തി ഒരു വലിയ യുദ്ധത്തിൻ്റെ രീതിയിലെ ഹോർമുസിൽ വിജയിക്കാൻ കഴിയും. അതിനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അങ്ങനെ വന്നാൽ ഞങ്ങൾക്കൊപ്പം റഷ്യയുണ്ട്, ചൈനയുമുണ്ട് എന്ന് പറഞ്ഞ് തങ്ങളുടെ ബലം എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഇറാൻ ഇപ്പോൾ ഇത്തരം നീക്കം നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. പിന്നൊരു കാര്യം കൂടിയുള്ളത്, ഇറാന് കരയുദ്ധത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കും. അമേരിക്കൻ സൈന്യത്തെക്കാളും വലിയ തോതിൽ സൈനികർ ഇറാനുണ്ട്. 10 ലക്ഷത്തോളം വരുന്ന മൊത്തം IRGCയും കൂട്ടിയുള്ള സൈന്യം, ഒപ്പം 2 കോടിയോളം വരുന്ന ജനങ്ങൾ, 9 കോടി ജനസംഖ്യയിൽ 2 കോടിയോളം ജനങ്ങൾ യുദ്ധത്തിന് സന്നദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി ഖാംനേയിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വലിയ ഒരു ഫോഴ്സ് ഇറാൻ ഉള്ളതുകൊണ്ട് ഗ്രൗണ്ട് ഫൈറ്റ് നടത്തി അല്ലെങ്കിൽ കരയുദ്ധം നടത്തിക്കൊണ്ട് ഇറാനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക ചെയ്യുക ആകാശമാർഗത്തിലുള്ള ആക്രമണം ആയിരിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ആണവ നീക്കങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇറാൻ ശക്തമായൊരു പ്രതിരോധം അവിടെ നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഏതൊക്കെ കളി കളിച്ചാലും ഇപ്പോൾ ഈ റഷ്യയിൽ നിന്നുള്ള വിമാനം എന്ന് പറയുന്നത് ഒരിക്കലും നാട്ടുകാരെ ആക്രമിക്കാൻ അല്ലെങ്കിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തകർക്കാനുള്ളതല്ല, മറിച്ച് ഇൻഫർമേഷൻസ് പരമാവധി എടുക്കുക എന്നുള്ളതാണ് ഇറാൻ്റെ ലക്ഷ്യം. അമേരിക്ക രഹസ്യമായി എന്ത് നീക്കം നടത്തിയാലും അത് മുഴുവൻ ഒപ്പിയെടുക്കുക, ഒപ്പം ശക്തമായ റഷ്യ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയെ ഭയപ്പെടുത്തുക. അതിനപ്പുറം വ്യോമമാർഗത്തിൽ എന്തു തരത്തിലുള്ള ആക്രമണങ്ങൾ വന്നാലും അത് വളരെ മുമ്പ് തന്നെ തിരിച്ചറിയുക, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, അതിനെ തിരിച്ചടിക്കുക. അങ്ങനെ സകല മേഖലയിൽ നിന്നും നടക്കാൻ സാധ്യതയുള്ള ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇറാൻ റഷ്യയുമായി ഇത്രയധികം ശക്തമായ ബന്ധം പ്രകടിപ്പിക്കുന്ന വിധത്തിൽ ഈ വിമാനം കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഉയരുന്ന വിലയിരുത്തൽ. എന്തായാലും റഷ്യ കളത്തിൽ ഇറങ്ങിയതോടെ ചൈന കളത്തിൽ ഇറങ്ങുന്നു അല്ലെങ്കിൽ ഇറങ്ങിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നതോടെ അമേരിക്കയ്ക്ക് വെല്ലുവിളികൾ ഏറുകയാണ്. ഹോർമുസ് പിടിച്ചെടുക്കാനുള്ള സ്വപ്നങ്ങൾ തകരുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം.